വെൽക്കം ടു PSC Learn Plus. ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലാസ്സിലെ കുട്ടികളിൽ 60% കണക്ക് പരീക്ഷയിൽ പാസ്സായി. തോറ്റ കുട്ടികളുടെ എണ്ണം 32. അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്ര? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പാസ്സായ കുട്ടികളുടെ ശതമാനവും തോറ്റ കുട്ടികളുടെ എണ്ണവുമാണ്. ഇത് വെച്ചിട്ട് നമ്മൾ ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ട് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ഇക്വേഷൻ വഴിയും ഒന്ന് ഇക്വേഷൻ അല്ലാതെയും ചെയ്യാം. അപ്പോൾ ഞാൻ രണ്ട് രീതിയിൽ പറയാം. ഒന്ന് ഇക്വേഷൻ വഴി ആദ്യം പറയാം. അതായത് ഒരു ക്ലാസ്സിലെ കുട്ടികൾ 60% കണക്ക് പരീക്ഷയിൽ പാസ്സായി. ബാക്കി തോറ്റ കുട്ടികളുടെ എണ്ണം 32. അപ്പോൾ 60% പാസ്സായി എന്ന് പറഞ്ഞാൽ തോറ്റ കുട്ടികൾ എത്ര ഉണ്ടാവും? 40% ആണല്ലോ അല്ലേ? നമുക്കറിയാം ശതമാനം എപ്പോഴും 100-ലാണ് പറയുക. അപ്പം പാസ്സായത് 60 ആണെങ്കിൽ തോറ്റ കുട്ടികൾ 40%. അതായത് ക്ലാസ്സിലെ ആകെ കുട്ടികൾ നമ്മൾ എക്സ് എന്ന് എടുത്തു. ആകെ കുട്ടികളിൽ 40% എന്ത് 32 എന്ന് പറയുന്നത്. ക്ലിയർ ആയോ ഇത് എഴുതിയത്? ക്ലാസ്സിലെ ആകെ കുട്ടികളെയാണ് നമ്മൾ എക്സ് എന്ന് ഇവിടെ എഴുതിയിട്ടുള്ളത്. ആകെ കുട്ടികളുടെ 40%, ശതമാനം പറയുമ്പോൾ 100, അതുകൊണ്ടാണ് 40/100 എന്ന് പറയുന്നത് 32. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എക്സ് കണ്ടുപിടിക്കാൻ ഈ എക്സിനെ ഇവിടെ വെച്ചു. ഇനി 32 ഓൾറെഡി സമത്തിൻ്റെ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. ഇനി ഇവിടെ ബൈ 100 ആണല്ലോ. ഈ ബൈ 100നെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് വിടുമ്പോൾ വെറുതെ അങ്ങനെ വിടരുത്. ബൈ 100 എന്നുള്ളത് ഇൻറ്റു 100 എന്നാവും. അതുപോലെ ഇവിടെ ഇൻറ്റു 40 എന്നുള്ളത് സമത്തിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? ബൈ 40 എന്നാവും. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇവിടെ 0 ഉണ്ട്. ഈ 0യും ക്യാൻസൽ ആക്കാം. ഇനി 4, 32 സിമ്പിളായിട്ട് പോകുന്ന ടേബിൾ ഉണ്ട്. ഏതാണ്? 8ൻ്റെ ടേബിൾ അല്ലേ? 4ൻ്റെ ടേബിളിൽ 4 ഒരു പ്രാവശ്യം. 32 എത്ര പ്രാവശ്യം പോകും? 8 പ്രാവശ്യം. ഓക്കെ ആണല്ലോ. ഈ ബാക്കി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 8 × 10 എത്രയാണ്? 80. ഇപ്പം നമ്മുടെ ആൻസർ എന്തായിരിക്കും? ക്ലാസ്സിലാകെ കുട്ടികളുടെ എണ്ണം എത്രയായിരിക്കും? 80 ആണ്. ഇനി ഇതല്ലാതെ വേറൊരു രീതിയിൽ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് ഒക്കെ ഇങ്ങനെ തന്നെ. എങ്ങനെ? 60% കുട്ടികളാണുള്ളത്. അപ്പം ബാക്കി 40% ആയിരിക്കും തോറ്റ കുട്ടികൾ അല്ലേ? 40% 32 എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? 40നെ നമ്മൾ 4 ആക്കും. അതായത് നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഇവിടെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 40നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 40 10 4 പ്രാവശ്യം പോകുമ്പോൾ 4% എന്നായി. 40/10 പറയണേ 4% ആയി. അപ്പോൾ ഇത്ര ഇവിടെ 3.2 ആയി. ഓക്കെ, 3.2. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് എന്താ വേണ്ടത്? 100% ആക്കണം. ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണത്? 100% ആക്കണം. 4നെ 100% ആക്കണമെങ്കിൽ എത്രനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും? 25നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? 25 × 4 അല്ലേ 100 എന്ന് പറയുന്നത്. അപ്പോൾ 25 ഈ ഭാഗത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു സൈഡിലും 25നെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് 3.2നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 25 × 4 എന്ന് പറയുന്നത് 100 ആണ്. ഇനി നമ്മളിത് കണ്ടുപിടിക്കുക. 25 × 3.2. അപ്പം നമ്മൾ ആദ്യം പോയിന്റ് ഡെസിമൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോയിന്റ് ഒഴിവാക്കിയിട്ട് ചെയ്യുക. അതായത് 32 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ലാസ്റ്റ് ആൻസറിൽ പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. 2 5 10 0 ബാക്കി 1, 2 2 4 1 5 3 5 15 5 ബാക്കി 1, വീണ്ടും ബാലൻസ് 1 വന്നു. 2 3 6 1 7. ഇനി നമുക്ക് ആഡ് ചെയ്യാം. 0 5 5 10 0 ബാക്കി 1 7 1 8. 800 ആണ്. പക്ഷെ നമ്മുടെ 3.2 ആണല്ലോ. ഒരു നമ്പർ കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോയിന്റ് ഇടാം. അപ്പോൾ ഇവിടുന്ന് ഒരു നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ടു. അപ്പോൾ എത്രയായി ആൻസർ? 80. അതായത് 100% എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? 80 ആണെന്ന് കിട്ടി. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ സി. രണ്ട് മെത്തേഡും മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.